അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏറെ പ്രിയം നിറഞ്ഞവരെ, ഒരുപാട് കാലമായി ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലാഹു തആല ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇന്ന് ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണല്ലോ. ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസുകളിൽ ഇന്ന് മഹദിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആധുനിക കാലത്ത് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഏറെ മാതൃകാപരമായ ജീവിതമാണ് അവർ കാഴ്ചവെച്ചത്. ജീവിതകാലത്ത് അവരുടെ ശരീരത്തിൻ്റെ ആകാര സൗഷ്ഠവം അഥവാ അവരുടെ ഷേപ്പുകൾ, അവരുടെ ശരീരത്തിൻ്റെ ഭംഗി മറ്റൊരാൾ കണ്ടിട്ടില്ല. വഫാത്തിൻ്റെ നേരത്ത് തൻ്റെ പ്രിയതമൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവർ ആശങ്ക പ്രകടിപ്പിച്ചതും, ഇന്നേ വരെ എൻ്റെ ശരീരത്തിൻ്റെ വടിവുകൾ, എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് മറ്റൊരാൾ കണ്ടിട്ടില്ല. മരണശേഷവും മറ്റൊരാളും എൻ്റെ ശരീരത്തിൻ്റെ ആ ഷേപ്പ് കാണരുതേ എന്നതായിരുന്നു. പ്രിയം നിറഞ്ഞവരെ, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുത്തെ ഓർമ്മകളെ നാം സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവിടുത്തെ ജീവിത രീതി കൂടി നമ്മുടെ ഇടയിലേക്ക്, നമ്മളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇന്ന് പലരുടെയും സ്റ്റാറ്റസിൽ നമ്മൾ കണ്ട മറ്റൊരു സന്ദേശമായിരുന്നു മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയതമൻ എന്ന് പറയുന്നുണ്ട്, തൻ്റെ പിതാവ് തന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അഥവാ തൻ്റെ മരണത്തെക്കുറിച്ചാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറയുന്നത് എന്ന ബോധ്യം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പ്രിയതമ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, ഫാത്തിമ, നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അത്രത്തോളം സ്നേഹത്തോടുകൂടിയായിരുന്നു അവരുടെ ജീവിതം. ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെയുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചും പരസ്പര സ്നേഹത്തോടുകൂടെ അവർ ജീവിച്ചു. അവർ കാണിച്ചു തന്ന കുടുംബജീവിതത്തിൻ്റെ ഒരു മാതൃകയുണ്ട്. നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലേക്ക് ആ സ്നേഹവും ആ വിശ്വാസവും നാം കൊണ്ടുവരാൻ ഈ ദിവസം ഉപയോഗപ്പെടുത്തുക, അവരുടെ ചരിത്രം ഉപയോഗപ്പെടുത്തുക എന്ന ഒരു വലിയ സന്ദേശമാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുവാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതമൊക്കെ സന്തോഷപൂർണ്ണമാക്കി തരട്ടെ. പരസ്പര സ്നേഹത്തോടെ, വിശ്വാസത്തോടുകൂടെ, ഒരുമയോടുകൂടെ ജീവിക്കുക. തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.